അതിരുകൾക്കപ്പുറം കടന്നുപോയി കാണാത്ത പുതിയ ലോകങ്ങളെ തേടിപ്പോകാൻ മനുഷ്യരാശിക്കെന്നും ഒരു കൗതുകമാണ്. എന്തൊക്കെ അത്ഭുതങ്ങളും രഹസ്യങ്ങളുമായിരിക്കും ആ ലോകങ്ങളിൽ മറഞ്ഞു കിടക്കുന്നതെന്നറിയാനുള്ള ജിജ്ഞാസയാണ് ആ കൗതുകത്തിന്റെ കാരണം. ഈ ജിജ്ഞാസ തന്നെയാണ് നമ്മെ ഭൂമിയിൽ നിന്നും മറ്റ് ഗ്രഹങ്ങളിൽ വരെ എത്തിച്ചതും. സൗരയൂഥത്തിന് പുറത്ത് മറഞ്ഞുകിടക്കുന്ന ഗ്രഹങ്ങളെ തേടി കണ്ടുപിടിക്കാൻ ഇന്ന് നമ്മൾ നിരന്തരമായി ശ്രമിക്കുന്നുണ്ട്. ഇതുപോലെ പുരാതന കാലത്തിലെ മനുഷ്യർ മറഞ്ഞുകിടക്കുന്ന അജ്ഞാതമായ ദ്വീപുകളെയും ഭൂഖണ്ഡങ്ങളെയും കണ്ടുപിടിക്കാൻ നിരന്തരം ശ്രമിച്ചിരുന്നു. അതിനുവേണ്ടി അവർ പല വർഷങ്ങളോളം കാലം അനന്തമായ സാഗരങ്ങളിലൂടെ പ്രയാണങ്ങളും നടത്തുമായിരുന്നു. ആ ദീർഘ പര്യടനങ്ങളിലൂടെ ഭൂമിയിൽ മറഞ്ഞുകിടന്ന ധാരാളം പുതിയ പുതിയ ലോകങ്ങളെ പ്രാചീന കാല മനുഷ്യർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. എന്നാൽ കണ്ടെത്തിയെന്ന് പറയപ്പെട്ട ചില ലോകങ്ങൾ ശരിക്കും വെറും തെറ്റിദ്ധാരണകളും സാങ്കല്പികതകളും മാത്രമായിരുന്നു. ആ ലോകങ്ങൾ യഥാർത്ഥത്തിൽ നിലനിന്നിരുന്നില്ല. അങ്ങനെ നിലനിന്നിരുന്നുവെന്ന് കരുതപ്പെട്ടിരുന്ന ചില ലോകങ്ങൾ ഏതൊക്കെയാണെന്നും അവയ്ക്കു പിന്നിലെ വസ്തുതകൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. BC 360 അതായത് 2360 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു പ്ലാറ്റോ. അദ്ദേഹത്തിന്റെ തത്വചിന്തകളും നയതന്ത്രപരമായ കാഴ്ചപ്പാടുകളും അന്ന് വളരെയേറെ പ്രശസ്തമായിരുന്നു. അദ്ദേഹം തന്റെ ഒരു പുസ്തകത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിലനിന്നിരുന്ന ഒരു വലിയ ദ്വീപിനെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. അതാണ് അറ്റ്ലാന്റിസ്. പ്ലാറ്റോയുടെ വാക്കുകൾ പ്രകാരം ഏകദേശം 11,000 വർഷങ്ങൾക്ക് മുൻപാണ് അറ്റ്ലാന്റിസ് നിലനിന്നിരുന്നത്. അറ്റ്ലാന്റിയൻസ് ആയിരുന്നു ലോകത്തിലെ ഏറ്റവും ധനികരും ശക്തിശാലികളുമായ സമൂഹം. പക്ഷേ അത്രയും സമ്പന്നരായിരുന്നിട്ടും അവരുടെ അത്യാർത്തിക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. സമ്പന്നരാകുന്നതിനനുസരിച്ച് അവരുടെ അഹങ്കാരവും അത്യാർത്തിയും കൂടി വന്നു. ഒടുവിൽ നമുക്ക് ഈ ലോകത്തിനെ തന്നെ കീഴടക്കാമെന്ന് ചിന്തിച്ച അറ്റ്ലാന്റിയൻസ് അവരുടെ ബലവത്തായ യുദ്ധക്കപ്പലുകളും സേനകളും ഉപയോഗിച്ച് സമീപമുള്ള രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കാൻ തുടങ്ങി. ഒരുപാട് രാജ്യങ്ങളെയൊക്കെ അവർക്ക് കീഴ്പ്പെടുത്താൻ സാധിച്ചുവെങ്കിലും ഗ്രീക്ക് സിറ്റിയായ ഏഥൻസിനെ ആക്രമിക്കാൻ വന്നപ്പോൾ അവിടെ അവർ പരാജയപ്പെട്ടുപോയി. അറ്റ്ലാന്റിയൻസിന്റെ അഹങ്കാരവും അത്യാർത്തിയും കണ്ട ഗ്രീക്ക് ദൈവങ്ങൾ അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അവർ അറ്റ്ലാന്റിസിൽ ശക്തമായ ഭൂമികുലുക്കങ്ങൾ ഉണ്ടാക്കി. അത് കാരണം അറ്റ്ലാന്റിസിൽ ഭീകരമായ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും വെറും ഒറ്റ രാത്രിയും പകലും കൊണ്ട് തന്നെ അറ്റ്ലാന്റിസ് ദ്വീപ് മുഴുവനും പൂർണ്ണമായും സമുദ്രത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ അറ്റ്ലാന്റിസ് എന്നേക്കുമായി മൺമറഞ്ഞു. വളരെ പരിതാപകരമായ ഒരു കഥ തന്നെയാണ്. പ്ലാറ്റോയുടെ വാക്കുകൾക്ക് ശേഷം ഈ കഥ ലോകമെമ്പാടും പ്രശസ്തമായി. പലരും സമുദ്രത്തിൽ മുങ്ങിപ്പോയ അറ്റ്ലാന്റിസിനെ തേടി നടക്കാനും തുടങ്ങി. പക്ഷേ ആർക്കും തന്നെ അറ്റ്ലാന്റിസിനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതിന്റെ കാരണം ഈ കഥയ്ക്കൊരു പ്രശ്നമുണ്ട്. എന്താണെന്നാൽ ഇത് വെറും ഒരു കെട്ടുകഥ മാത്രമാണ്, അല്ലാതെ യാഥാർത്ഥ്യമല്ല. ആദ്യമേ പറഞ്ഞിരുന്നു, പ്ലാറ്റോ ഒരു പ്രശസ്തനായ തത്വചിന്തകനാണ്. എത്ര വലിയ ശക്തമായ സമൂഹമായിരുന്നാലും അവരുടെ അത്യാർത്തിയും അഹങ്കാരവും അവർക്ക് അടക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് തീർച്ചയായും അവരുടെ പതനത്തിനു കാരണമാകുമെന്ന ആശയം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പ്ലാറ്റോ രൂപകൽപ്പന നടത്തിയ ഒരു കഥയാണ് അറ്റ്ലാന്റിസ്. പക്ഷേ പ്ലാറ്റോയുടെ കഥ വായിച്ച ശേഷം അറ്റ്ലാന്റിസ് യാഥാർത്ഥ്യമാണെന്നും യഥാർത്ഥ ചരിത്രത്തിനെ ആസ്പദമാക്കിയാണ് പ്ലാറ്റോ കഥ എഴുതിയതെന്നും ഒരു വിഭാഗം പേര് കരുതി. നിർഭാഗ്യവശാൽ ഇന്നും അറ്റ്ലാന്റിസ് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ പലരും അറ്റ്ലാന്റിസിന്റെ തെളിവുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരേക്കും ആർക്കും തന്നെ യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ല. സാങ്കല്പികമായ ലോകത്തിന്റെ എന്ത് തെളിവാണ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുക? അതുമാത്രമല്ല, നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമെന്നത് 10,000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന അറ്റ്ലാന്റിയൻസിനെ കുറിച്ച് പ്ലാറ്റോ അല്ലാതെ അതിനു മുൻപ് വേറെ ആരും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഒരു ചരിത്ര പുസ്തകത്തിലും അതിന്റെ രേഖകളുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അറ്റ്ലാന്റിയൻസിനെ കുറിച്ച് പ്ലാറ്റോ അറിയാനിടയായത് എങ്ങനെയാണ്? പ്ലാറ്റോയ്ക്ക് ശേഷമായിരുന്നാൽ പോലും പ്ലാറ്റോയുടെ കഥയുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലാതെ അറ്റ്ലാന്റിയൻസിനെ കുറിച്ച് ചരിത്രത്തിൽ ഒരിടത്തും പ്രതിപാദിച്ചിട്ടില്ല. അപ്പോൾ തന്നെ അത് പ്ലാറ്റോയുടെ വെറും ഒരു കെട്ടുകഥയാണെന്ന് നമുക്ക് നിസ്സാരമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നും ഒരുപാട് പേര് ഈ സാങ്കല്പിക ലോകത്തിനെയും തേടി നടക്കുകയാണ്. 20ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതലാണ് പ്ലേറ്റ് ടെക്ടോണിക്സിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയത്.
ഭൂമിയുടെ ഏറ്റവും മുകളിലത്തെ പാളി, അതായത് ക്രസ്റ്റ് ഭാഗം, പല പല കഷ്ണങ്ങളായിട്ട് കിടക്കുകയാണെന്നും ഈ കഷ്ണങ്ങളെല്ലാം അടിയിലത്തെ പാളിയായ മാൻഡിലിനു മീതെ ഒഴുകുകയാണെന്നുമാണ് പ്ലേറ്റ് ടെക്ടോണിക് സിദ്ധാന്തം പറയുന്നത്. പ്ലേറ്റ് ടെക്ടോണിക്സ് കണ്ടുപിടിച്ചതിനു ശേഷമാണ് ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അതിനു മുന്നേ വരെ ഭൂശാസ്ത്രപരമായ പല കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രജ്ഞരെ മുഴുവൻ വളരെയേറെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു. അതിനൊരുത്തമ ഉദാഹരണമാണ് ഫോസിൽസ്. വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിൽ പോലും ഒരേ തരത്തിലുള്ള ജീവിവർഗത്തിന്റെ ഫോസിൽസ് കാണപ്പെടുന്നതിന്റെ കാരണം അന്നത്തെ കാലത്തിൽ ആർക്കും അറിയില്ലായിരുന്നു. ഏകദേശം 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ ഇംഗ്ലീഷ് നിയമജ്ഞനും സുവോളജിസ്റ്റുമായ ഫിലിപ്പ് സ്ക്ലാറ്റർ ലെമൂർ എന്ന ഒരുതരം കാട്ടുകുരങ്ങിന്റെ ഫോസിൽസിനെ കുറിച്ച് ഗവേഷണം നടത്തുന്നതിനിടയിൽ ഒരു വിചിത്രമായ പ്രതിഭാസം കണ്ടുപിടിച്ചു. എന്താണെന്നാൽ ലെമൂറിന്റെ ഫോസിൽസ് മഡഗാസ്കറിലുമുണ്ട്, ഇന്ത്യയിൽ നിന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ അതിലുള്ള പ്രശ്നം എന്താണെന്നാൽ ഈ രണ്ട് സ്ഥലങ്ങൾക്കും ഇടയിലുള്ള വേറെ ഒരു സ്ഥലത്തിൽ നിന്നും ലെമൂർ ഫോസിൽസ് കണ്ടെത്തിയിട്ടില്ല. മഡഗാസ്കർ എന്നത് സൗത്ത് ആഫ്രിക്കയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ദ്വീപാണ്. പക്ഷേ ആഫ്രിക്കയിൽ പോലും ലെമൂർ ഫോസിൽസ് ഇല്ല. അപ്പോൾ ഈ ദ്വീപിൽ നിന്നും ആഫ്രിക്കയിലേക്ക് പോകാൻ പോലും പണ്ടത്തെ ലെമൂറുകൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവ ഇന്ത്യൻ മഹാസമുദ്രം മുഴുവൻ കടന്ന് ഇന്ത്യയിലെത്തിയത്? ഇത് അന്നത്തെ ശാസ്ത്രജ്ഞരെ എല്ലാം സംഭ്രമപ്പെടുത്തിയ ഒരു ചോദ്യമായിരുന്നു. ഇതിന്റെ ഉത്തരം എന്ന രീതിയിലാണ് സ്ക്ലാറ്റർ ഒരു പുതിയ ഭൂഖണ്ഡത്തിന്റെ ആശയം മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പണ്ട് വലിയൊരു ഭൂഖണ്ഡം നിലനിന്നിരുന്നു. ഇന്ത്യയും മഡഗാസ്കറും ആ ഭൂഖണ്ഡത്തിന്റെ രണ്ട് വശങ്ങളിലായിട്ട് നിലനിന്നിരുന്ന രണ്ട് ചെറിയ ഭാഗങ്ങളാണ്. എന്നാൽ ഈ ഭൂഖണ്ഡം പിന്നീട് എന്തോ കാരണത്താൽ സമുദ്രത്തിൽ മുങ്ങിപ്പോകാൻ ഇടയായി. ആ സമയത്തിൽ മഡഗാസ്കറും ഇന്ത്യയും വേറെ കുറെ ദ്വീപുകളും ആ ഭൂഖണ്ഡത്തിൽ നിന്നും വേർപെട്ടു. അതുകൊണ്ടാണ് അവ ഇന്നും നിലനിൽക്കുന്നത്. ഇതിന്റെ തെളിവുകളായിട്ട് അദ്ദേഹം കാണിച്ചത് ലെമൂർ ഫോസിൽസ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഭൂഖണ്ഡത്തിനു ലെമൂരിയ എന്ന് പേരും നൽകി. ശരിക്കും സ്ക്ലാറ്ററിന് മുന്നേ വേറെയും ഒരുപാട് പേര് ഇതിനു സമാനമായ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ സ്ക്ലാറ്ററാണ് ഈ സിദ്ധാന്തത്തിനെ ആദ്യമായിട്ട് വളരെ സമഗ്രമായ രീതിയിൽ വിവരിച്ചത്. അതുകൊണ്ട് തന്നെ സ്ക്ലാറ്ററിന്റെ ലെമൂരിയ വളരെ പെട്ടെന്ന് പ്രശസ്തി ആർജിച്ചു. ശാസ്ത്രലോകത്തിൽ ഈ സിദ്ധാന്തം വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമായിട്ട് തന്നെ പരിഗണിക്കപ്പെട്ടിരുന്നു. മറ്റ് ഗവേഷകരും ഈ ആശയം ഏറ്റെടുക്കുകയും പലരും അവരുടേതായ പുതിയ സിദ്ധാന്തങ്ങളെ ലെമൂരിയയുമായിട്ട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ആദ്യമായിട്ട് മനുഷ്യരുണ്ടായത് ലെമൂരിയയിലാണെന്ന് വരെ ചില ഗവേഷകർ പറഞ്ഞു. അതുകൊണ്ടാണ് ആദിമ മനുഷ്യരുടെ ഫോസിൽസ് ഒന്നും ഇതുവരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്തതെന്നായിരുന്നു അവരുടെ വാദം. ലൂസിയുടെ ഫോസിൽസ് ഒക്കെ കണ്ടുപിടിച്ചത് 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലായിരുന്നുവെന്ന കാര്യം ഓർക്കണം. എന്തായാലും പതിയെ പതിയെ ലോക പ്രശസ്തമാകാൻ തുടങ്ങിയ ലെമൂരിയ സിദ്ധാന്തം അധികം വൈകാതെ തന്നെ ഇന്ത്യയിലുമെത്തി. അതോടെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് പോലെ ഈ സിദ്ധാന്തം ഇന്ത്യയിൽ മുഴുവൻ പൊട്ടിത്തെറിച്ചു. കാരണം തമിഴ് സംസ്കാരത്തിലും ലെമൂരിയയ്ക്ക് സമാനമായ ഒരു ഐതിഹ്യമുണ്ട്. പുരാതനകാല തമിഴ് ഗ്രന്ഥങ്ങളിലും സംസ്കൃത ഗ്രന്ഥങ്ങളിലും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പണ്ട് വലിയൊരു ഭൂഖണ്ഡം നിലനിന്നിരുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരതിന് കുമാരി ഖണ്ഡം എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഈ കുമാരി ഖണ്ഡവും സ്ക്ലാറ്റർ പറഞ്ഞ ലെമൂരിയയും ഏകദേശം ഒരേപോലെ തന്നെയാണ്. അതിനാൽ തന്നെ ലെമൂരിയ സിദ്ധാന്തം കേട്ടപ്പോൾ തമിഴ് ജനത ഉടനെ അതിനെ അവരുടെ കുമാരി ഖണ്ഡവുമായിട്ട് ബന്ധപ്പെടുത്തി. ലോകത്തിൽ ആദ്യമായിട്ടുണ്ടായ സംസ്കാരം തമിഴ് സംസ്കാരമാണെന്നും അതുകൊണ്ട് തമിഴ് ജനത വളരെ ശ്രേഷ്ഠമാണെന്നും തെളിയിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് അവർ കുമാരി ഖണ്ഡം എന്ന കഥയെ കണ്ടത്. തമിഴ് സംസ്കാരം മാത്രമല്ല, ഞങ്ങളാണ് ബാക്കി എല്ലാവരെയും കാൾ ഏറ്റവും ശ്രേഷ്ഠരായ സമൂഹമെന്ന് ചിന്തിക്കുന്ന സമൂഹങ്ങളെ ലോകത്തിൽ എവിടെ പോയാലും നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്തായാലും ഈ കഥകളൊക്കെ പ്രചരിച്ച ശേഷം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന ആശയം ഉദിക്കുന്നത്. അത് തെളിയിക്കപ്പെടാൻ വീണ്ടും അരനൂറ്റാണ്ടുകളിലേറെ സമയമെടുത്തു. ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ ചലനം മനസ്സിലാക്കിയതോടെ പണ്ട് ശാസ്ത്രജ്ഞരെയെല്ലാം ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും കണ്ടുപിടിക്കാൻ പറ്റി. ശരിക്കും ഇന്ത്യയും മഡഗാസ്കറും ഒക്കെ പണ്ട് കാലങ്ങൾക്ക് മുന്നേ, അതായത് ഏകദേശം 15 കോടി വർഷങ്ങൾക്ക് മുന്നേ ഗുണ്ടുവാന എന്നൊരു വലിയ സൂപ്പർ കോണ്ടിനെന്റിന്റെ ഭാഗമായിരുന്നു. 15 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ പ്ലേറ്റ് ടെക്ടോണിക്സ് കാരണം ഗുണ്ടുവാന പിരിയാൻ തുടങ്ങി. അന്ന് ഗോണ്ട്വാനയിൽ നിന്നും വേർപെട്ട നമ്മുടെ ഇന്ത്യ ഏകദേശം 5.5 കോടി വർഷങ്ങൾക്ക് മുൻപാണ്, അതായത് ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചതിനും ശേഷമാണ് ഏഷ്യയിൽ വന്നിടിച്ചത്. ഏഷ്യയിൽ വന്നിടിച്ച ഇന്ത്യ ഏഷ്യയുടെ ഭാഗമായി മാറുകയും ചെയ്തു.
ഗൊണ്ടുവാന നിലനിന്ന കാലത്തിൽ, അതായത് 15 കോടി വർഷങ്ങൾക്ക് മുന്നേ, ആഫ്രിക്കയും മഡഗാസ്കറും ഇന്ത്യയും ഒക്കെ ഒരൊറ്റ ഭൂഖണ്ഡമായിരുന്നു. അതുകൊണ്ടാണ് ഒരേ തരത്തിലുള്ള ജീവികളെ ഇന്ന് നമുക്ക് പല ഭൂഖണ്ഡങ്ങളിലും കാണാൻ കഴിയുന്നത്. അങ്ങനെ പ്ലേറ്റ് ടെക്ടോണിക്സിന്റെ കണ്ടുപിടുത്തത്തോടെ ലെമൂരിയയുടെയും കുമാരി കണ്ടത്തിന്റെയും കെട്ടുകഥകൾ തകർന്നു. പക്ഷേ ഈ കാലഘട്ടത്തിലും ഈ കെട്ടുകഥകളെല്ലാം യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. തമിഴ്നാട്ടിലെ സ്കൂളുകളിൽ പോലും ഇന്നും കുമാരി കണ്ടത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. BC 300കളിൽ ജീവിച്ചിരുന്ന ഒരു ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തിന്റെ നിഗമന പ്രകാരം നോർത്ത് ഭാഗത്തിൽ നമ്മൾ കാണുന്ന ഭൂഖണ്ഡങ്ങളെ പോലെ സൗത്ത് ഭാഗത്തിലും ഭൂഖണ്ഡങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഭൂമി കൃത്യമായിട്ട് ബാലൻസ് ചെയ്യപ്പെടുന്നത്. ശേഷം 2ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു റോമൻ ഗണിത ശാസ്ത്രജ്ഞനായ ടോളമി ഈ ആശയത്തിനെ കൂടുതൽ വിപുലീകരിച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് നോർത്ത് ഭാഗത്തിൽ കാണപ്പെടുന്ന ഭൂഖണ്ഡങ്ങൾക്ക് തുല്യമായ അളവിൽ തന്നെ സൗത്ത് പോളിലും ഭൂഖണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഭൂമിക്ക് ബാലൻസ് ചെയ്യപ്പെട്ട് സുസ്ഥിരമായിട്ട് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരുപാട് പേര് സൗത്ത് പോളിലുള്ള ഭൂഖണ്ഡങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടി പുറപ്പെട്ടു. എന്നാൽ സൗത്ത് പോളിലേക്ക് പോകുന്നതിനനുസരിച്ച് കൂടുതൽ സമുദ്രത്തിനെ അല്ലാതെ വേറെ ഒന്നും തന്നെ അവർക്ക് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് ചിലപ്പോൾ നോർത്ത് ഭാഗത്തിൽ കാണുന്നത് പോലെ ഒരുപാട് ഭൂഖണ്ഡങ്ങൾക്ക് പകരം സൗത്ത് പോളിന്റെ ഏറ്റവും അടിയിൽ ഒരു വലിയ ഭൂഖണ്ഡമായിട്ടായിരിക്കും അത് നിലനിൽക്കുന്നതെന്ന് അന്നത്തെ ഗവേഷകർ കരുതി. ആ ഭൂഖണ്ഡത്തിന് ടെറ ഓസ്ട്രേലിസ് എന്ന് പേരും നൽകി. ദക്ഷിണ ധ്രുവത്തിലെ അജ്ഞാതമായ ഭൂമിയെന്നാണ് ടെറ ഓസ്ട്രേലിസിന്റെ അർത്ഥം. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ നോർത്ത് ഭാഗത്തിൽ കാണുന്ന ഭൂഖണ്ഡങ്ങൾക്ക് തുല്യമായ അളവിലൊന്നും സൗത്ത് ഭാഗത്തിൽ ഭൂഖണ്ഡങ്ങൾ ഇല്ല. BC 300കളുടെ കാലഘട്ടത്തിൽ പ്രചരിക്കാൻ തുടങ്ങിയ ടെറ ഓസ്ട്രേലിസിന്റെ കെട്ടുകഥ ആയിരക്കണക്കിന് വർഷങ്ങളോളം കാലം വരെ വിശ്വസിക്കപ്പെട്ടിരുന്നു. 15ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ഭൂപടങ്ങളിൽ വരെ ടെറ ഓസ്ട്രേലിസ് എന്ന വലിയൊരു ഭൂഖണ്ഡത്തിനെ ഉൾപ്പെടുത്താൻ തുടങ്ങി. 19ാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെ ടെറ ഓസ്ട്രേലിസ് എന്ന ആശയം ശക്തമായിട്ട് തന്നെ നിലനിന്നിരുന്നു. ഒടുവിൽ അന്റാർട്ടിക്കയെ കണ്ടെത്തിയതോടെയാണ് ഈ ആശയം തെറ്റായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞതും അതിനെ ഉപേക്ഷിച്ചതും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.